വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾക്കും സദസ്സിലെ പ്രിയപ്പെട്ടവർക്കും ആദ്യമായി ഞാൻ നമസ്കാരം സമർപ്പിക്കുന്നു. പുസ്തകപ്രകാശനം എന്ന് പറയുന്നത് ഒരു പുണ്യകർമ്മമാണ്. ആളുകൾ മറ്റു പല കർമ്മങ്ങളെയും പോലെയല്ല, അക്ഷരങ്ങളിൽ എപ്പോഴും വിശുദ്ധിയുണ്ട് എന്നാണ് നാം വിശ്വസിക്കുന്നത്. പ്രത്യേകിച്ചും നിഷ്കളങ്കയായ നമ്മുടെ തീർത്ഥ വിവേകിൻ്റെ പുസ്തകം കുഞ്ഞുണ്ണി മാസ്റ്റർ സ്മരിച്ചുകൊണ്ട് രചിച്ച പുസ്തകം പ്രകാശിപ്പിക്കുന്നത് ഏറ്റവും വലിയ പുണ്യകർമ്മങ്ങളിലൊന്നാണ് എന്ന് ഞാൻ കരുതുന്നു. കൃഷ്ണൻ അമ്പേറ്റ് മരണത്തോടടുക്കുമ്പോൾ പറയുന്ന ഒരു കാര്യം, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, കരികാലം ആരംഭിച്ചിരിക്കുന്നു. രണ്ട്, എല്ലാവരും പ്രഭാസ തീർത്ഥത്തിലേക്ക് പോകണം എന്നാണ്. നമ്മുടെ ഗ്രന്ഥം രചിച്ച കുഞ്ഞിൻ്റെ പേര് തീർത്ഥ വിവേക് എന്നാണ്. തീർത്ഥം എന്ന് പറയുന്നത് മനുഷ്യർ പാപമുക്തി നേടാനും പാപമുക്തിയും പുണ്യവും നേടുന്നതിനുള്ള തീർത്ഥങ്ങളാണ്. അതിലും ദൈവികമായ വിശുദ്ധിയുടെ അംശമുണ്ട്. അങ്ങനെ ഒരു പുസ്തകം പ്രകാശം ചെയ്യുന്നത് തീർച്ചയായിട്ടും കലികാലത്തിൽ അതിന് പറയുന്നത് എന്താ, അസത്യയുഗത്തിൽ ഒരു വലിയ പുണ്യം നേടുന്നതിന് എനിക്ക് മാത്രമല്ല ശ്രോതാക്കൾ സഹായകരമായി തീരും എന്നതാണ് ശരി. രണ്ടാമത്തേത്, കുഞ്ഞുണ്ണി മാസ്റ്റർ കുട്ടികളുടെ മാത്രമല്ല മുതിർന്നവരുടെയും ഹൃദയം കവർന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ ഞാൻ ആദ്യം കാണുന്നത് ആലുവയിൽ വെച്ചാണ്. അന്ന് അദ്ദേഹം കവിത പ്രകാശിപ്പിച്ച് തുടങ്ങിയിട്ടില്ല. ഒന്നിരുടെ കവിതകൾ എഴുതി ആദ്യം കാണിച്ചതും എന്നെയാണ്. അന്ന് കൊറ്റിപ്പുഴ കൃഷ്ണപിള്ള സാർ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. വായിച്ചിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്, മാസ്റ്ററുടെ സ്റ്റൈലുണ്ട്, ആ വഴിക്ക് എഴുതിയാൽ മതി, ഇതിൽ നിന്ന് മാറുന്നതെന്നാണ്. മറ്റു പലരും ദീപകനാഭർ ഉദാഹരണം അദ്ദേഹത്തെ നിശ്ചിതമായി വിമർശിച്ചപ്പോഴും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വഴിക്കാണ് തൻ്റെ കവിതകൾ രചിച്ചു പോകുന്നത്. പലതിലും ചില പഴങ്കഥകളുടെ വിവേകം നിറഞ്ഞു നിൽക്കുന്ന കവിതകളാണ്. അദ്ദേഹത്തിൻ്റെ കവിതകളെക്കുറിച്ച് ഞാനൊരു ലേഖനം എഴുതിയിട്ടുണ്ട്, പ്രകാശിപ്പിച്ചിട്ടുണ്ട്. പലരും വിമർശിച്ചുകൊണ്ടിരുന്ന ഘട്ടത്തിൽ തന്നെ സുകുമാരൻ അഴീക്കോട് അദ്ദേഹത്തെ എതിരായിട്ട് എഴുതി, ടി പത്മനാഭനെതിരായിട്ട് എഴുതി, പലരും. പക്ഷെ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് കുഞ്ഞിൻ്റെ കവിതകൾ ബാലമനസ്സുകളിലും മുതിർന്നവരുടെ മനസ്സുകളിലും സ്ഥാനം നേടി. പലരും ഓരോ ഘട്ടം വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ 2 വരികൾ അല്ലെങ്കിൽ 4 വരികൾ ഉദ്ധരിക്കാറുണ്ട്. എല്ലാ കുട്ടി കവിതകളല്ല, 2-3 പേജുകളുള്ള കവിതകളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തെ ആദ്യം കാണുമ്പോൾ ഞാനാണ് അദ്ദേഹത്തോട് പറഞ്ഞത്, മാഷയ്ക്ക് നല്ല ഭാവിയുണ്ട്. ആ ഭാവി ഉണ്ടാവുകയും ചെയ്തു. ഒരു കൊച്ചു കൊണ്ടുകൊടുത്ത് മുറിക്കാൻ ഷർട്ടിട്ട് അദ്ദേഹം അവിടെ വന്ന് അനാർഭാടമായി തൻ്റെ ചെറിയ കവിതകൾ ചൊല്ലുന്നത് ആദ്യം കേട്ടൊരാൾ ഞാനാണ്. കുറ്റിപ്പുഴ സാറും ഉണ്ടായിരുന്നു. അതേ എല്ലാ പരിഭാഗം വർണ്ണിച്ച വിമർശകനാണ്, നിങ്ങൾക്കറിയാം. അതിൻ്റെ ഓരോ കവിതയും ജനഹൃദയങ്ങളെ സ്പർശിക്കുകയും ജനങ്ങളുടെ ഓർമ്മകളിൽ തങ്ങി നിൽക്കുകയും ചെയ്യുന്നു. പലരും അത് ഉദ്ധരിക്കാറുണ്ട്. എല്ലാ നല്ല കവിതയും ഉദ്ധരിക്കുന്നതിലൂടെയാണ് തലമുറകളിലൂടെ പകർന്നു പോകുന്നത്. നമ്മൾ കുമാരനാശാൻ്റെ കവിതകൾ എത്രയോ ആളുകൾ എത്രയോ യോഗങ്ങളിൽ അവർ ഉദ്ധരിക്കാറുണ്ട്. എത്രയോ ലേഖനങ്ങളിൽ ആളുകളെ ഉദ്ധരിക്കാൻ പ്രേരിപ്പിക്കുന്ന കവിതകളാണ് നല്ല കവിതകൾ എന്നൊരു നിർവചനം തന്നെയുണ്ട്. ഇത് ശരിയായാലും തെറ്റായാലും നമ്മുടെ തീർത്ഥക്കുട്ടി നല്ല കുട്ടി കവിതകൾ എഴുതി അത് ഇന്നിവിടെ പ്രകാശിപ്പിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് മാത്രമല്ല, അത് പ്രകാശനം ചെയ്യാനുള്ള എന്താ ഞാൻ പറയേണ്ടത്, അനുഗ്രഹം എനിക്ക് നൽകിയതിൻ്റെ പേരിൽ ഭാരവാഹികൾക്ക് തീർച്ചയായും ഞാൻ നന്ദി പറയേണ്ടതാണ്. നന്ദി പറയുന്നു.
ഈശ്വരൻ്റെ അനുഗ്രഹം ഈ കുട്ടിക്കുണ്ടാകണം. ഭാവിയിൽ എഴുതണമെങ്കിൽ കൂടുതൽ കൂടുതൽ കവിതാരചനയിൽ പരിചയം നേടണം. 3 കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ശക്തി, നിപുണത, അഭ്യാസം. ശക്തി എന്ന് പറയുന്നത് ജന്മസിദ്ധമായ വാസനയാണ്. നിപുണത എന്ന് പറയുന്നത് കവിതാരചനയെക്കുറിച്ച് നേടേണ്ട അറിവുകൾ എല്ലാം തന്നെ നേടുക എന്നതാണ്. അഭ്യാസം എന്ന് പറഞ്ഞാൽ ട്രെയിനിങ്ങാണ്. ദിവസേന എഴുതി ചില കവിതകൾ നമ്മൾ തന്നെ തിരസ്കരിക്കും, ചില തിരഞ്ഞെടുക്കും. അങ്ങനെ ശക്തി നിപുണതാഭ്യാസങ്ങളിലൂടെയാണ് ഒരു കവി എപ്പോഴും വളരുന്നത്. ആ ശക്തി നിപുണതാഭ്യാസങ്ങൾ നിരന്തരം തുടർന്നുകൊണ്ടിരിക്കാൻ ഈ കൊച്ചു കുഞ്ഞിന് ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ പുസ്തകം പ്രകാശനത്തിന് ഞാൻ മുതിരുന്നു. നിങ്ങളുടെയും അനുഗ്രഹം ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ശ്രീ ഹൈബിയുടെ എത്തിച്ചേരുമെന്ന് പറയുന്നത് അദ്ദേഹം വരുമ്പോൾ പ്രകാശനകർമ്മം നടക്കും. താങ്ക് യു, സർ.